ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിൽ ഇൻക്ലൂഡഡ് ആണ് ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ആണിത്. പേഴ്സണൽ ലോണിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി സ്ലിപ്പിൻ്റെ പുറത്ത് ബാങ്കോ ഫിനാൻസോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ മിനിമം നെറ്റ് സാലറി എന്ന് പറയുന്നത്, അതായത് ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപയായിരിക്കണം. 15,000 റുപ്പീസാണ് നമ്മുടെ നെറ്റ് സാലറി വേണ്ടത്. ഗ്രോസ് സാലറി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ബേസിക് സാലറിയും നമ്മുടെ അഡീഷണൽ ഇൻകംസ്, ഇൻസെൻറ്റീവ്സ്, സ്റ്റാഫ് അലവൻസ്, വേറെ അലവൻസുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. ആ സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടാവും. ESI, PF, അങ്ങനത്തെ കട്ടിങ്സ്, സാലറി അഡ്വാൻസ്, അങ്ങനെ എന്തെങ്കിലും കട്ടിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സാലറി ഉണ്ടാവും. ടേക്ക് ഹോം സാലറി എന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സാലറിയാണ് 15,000 വേണ്ടത്. അത് നമുക്കൊരു ലാസ്റ്റ് 3 മാസം 15,000 സാലറി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ട് ത്രൂ തന്നെ ആയിരിക്കണം നമ്മൾ സാലറി വാങ്ങേണ്ടത്. കയ്യിൽ ക്യാഷായിട്ട് വാങ്ങുന്നവർക്ക് പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അക്കൗണ്ട് ത്രൂ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അക്കൗണ്ട് ത്രൂ ആണെങ്കിലും GPay, IMPS അങ്ങനെ സാലറി ക്രെഡിറ്റ് ആവുന്നത് നമ്മൾ എടുക്കില്ല കേട്ടോ. NEFT ത്രൂ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന സാലറി മാത്രമേ അക്കൗണ്ട് ത്രൂ സാലറി ആയിട്ട് എലിജിബിലിറ്റിയിൽ നോക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിലും പ്രൊപ്പറേറ്റർഷിപ്പോ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, ലോൺ കൊടുക്കാൻ പറ്റും. എന്നാലും മോസ്റ്റ്ലി എല്ലാ ബാങ്ക് ഫിനാൻസ് നോക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ എന്നുള്ളതാണ്, അവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എലിജിബിലിറ്റിയിൽ ബേസിക്കായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്കൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ KYCയും സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇത് മാത്രമാണ് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ഒരു ബാങ്കിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ KYC എന്ന് പറയുകയാണെങ്കിൽ അതിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ഇത് മൂന്നുമാണ്. ഇനിയിപ്പോൾ നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, പാസ്പോർട്ടോ, ലൈസൻസ്, വോട്ടേഴ്സ് ID അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതും നമുക്ക് എടുക്കാം. കോമൺലി നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും ഫോട്ടോ ഇത് മൂന്നും മതി നമുക്ക്. പിന്നെ നമ്മുടെ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാലറി സ്ലിപ്പ്. അപ്പോൾ 3 മാസത്തെ ഇൻകം കാണിക്കുന്നത്, അതിൽ നമ്മുടെ ഗ്രോസ് സാലറി ഉണ്ടാവും, ഡിഡക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ടേക്ക് ഹോം എത്രയാണ് നെറ്റ് സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് അതും ഉണ്ടാവും, അതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കമ്പനിയുടെ പേര്, നമ്മുടെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാലറി സ്ലിപ്പ്. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് 3 മാസത്തെ 3 മാസത്തെ സാലറി സ്ലിപ്പിലുള്ള ആ ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 മാസത്തെ, എപ്പോഴാണോ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് വരയ്ക്കുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇത് 3 തന്നെയാണ് വേണ്ടത്. ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഏത് ബാങ്കിലാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും നമ്മുടെ സാലറി അക്കൗണ്ട് ഏതാണോ ബാങ്ക്, അപ്പോൾ ആ ബാങ്കിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ വിചാരിക്കും എന്തായാലും എല്ലാ മാസവും നമുക്ക് സാലറി ആ ബാങ്കിലാണ് വരുന്നത്, അപ്പോൾ അവർക്കത് തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പ്രൊസീജിയേഴ്സ് ഈസി ആയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ആ ബാങ്കിന് എല്ലാ കസ്റ്റമേഴ്സിനും ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് DSA എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഏജൻസി പോലെ. നമ്മളിപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഓരോ ബാങ്കിനും ഓരോ ഫിനാൻസിനും പല പോളിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ നീഡായിരിക്കും. ചിലർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കിട്ടണം, ചിലർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കൺസേൺ, അല്ലെങ്കിൽ ഇത് ക്ലോഷർ ആയിരിക്കും, പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ പോളിസിയല്ല, ചിലർക്ക് 1 ഇയർ കഴിഞ്ഞാലേ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നീഡ്സ് എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് സർവീസ് തരാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് DSA തന്നെയാണ്. അവർക്ക് നമ്മൾ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ചാർജസ് ആണോ ഒരു ലോണിന് വരുന്നത് അത് മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് DSA നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയാം. കോമൺലി പറയുകയാണെങ്കിൽ ഒരു 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു ലോണിന് എടുക്കുന്ന ടൈം. അത് വേരിയബിൾ ആണ്, ഡിപ്പെൻസ് ബാങ്കും ഫിനാൻസും ആണ്. ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ഇതിനും കൂടുതൽ ദിവസം എടുക്കാം. എന്നാലും കോമൺലി ഒരു 5 വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറയും. ഫസ്റ്റ് നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സിബിലാണ് ഫസ്റ്റ് നോക്കുക. നമുക്ക് മിനിമം സിബിൽ സ്കോർ എന്ന് പറയുന്നത് 700 ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ക്രോസ് ചെക്ക് ചെയ്യും. അതായത് ഡിലേ പേയ്മെൻറ്റ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ, കറക്റ്റായിട്ടാണോ റീപേയ്മെൻറ്റ്, നമുക്ക് എത്ര ലോൺ ഉണ്ട്, അതിപ്പോൾ ക്ലോസ്ഡ് ലോൺ ആണെങ്കിലും എക്സിസ്റ്റിംഗ് ലോൺസ് ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ സ്കോർ മാത്രമല്ല, നമ്മുടെ ട്രാക്കും എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഫോയറാണ്. നമ്മുടെ സാലറിയുടെ മിനിമം 45 മുതൽ മാക്സിമം 75% വരെയാണ്
ഒരു വ്യക്തിക്ക് ലോണായിട്ട് EMI ആയിട്ട് പോകാൻ പാടുള്ളൂ. ബാക്കി നമ്മുടെ ജീവിക്കാനുള്ള ഒരു പൈസയാണ്. അപ്പോൾ അതിനാണ് FOIR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ FOIR ചെക്ക് ചെയ്യും എത്രത്തോളം എലിജിബിലിറ്റി നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഒബ്ലിഗേഷൻസ് നോക്കും. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതകൾ, നിലവിലുള്ള ബാധ്യതകൾ, എക്സിസ്റ്റിംഗ് ലോൺസിൻ്റെ EMIസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹോം ലോൺ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ EMIs. അതിപ്പോൾ നമ്മൾ കോപ്ലിക്കൻ്റായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ബാധ്യതയായിട്ട് കൂട്ടും, ഒബ്ലിഗേഷൻസിൽ പെടും. അതുപോലെ ഗോൾഡ് ലോൺ, പിന്നെ കാർ ലോൺ, 2 വീലർ ലോൺ ഉണ്ടെങ്കിൽ അത്, എഡ്യൂക്കേഷണൽ ലോണ്, പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ബാധ്യതയായിട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഓൺലൈനിലോ നമ്മൾ ആപ്പ് ലോണൊക്കെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ടോട്ടലി എന്തൊക്കെയാണോ നമ്മുടെ ഒരു സാലറിയിൽ നിന്ന് പോകുന്ന മാസം പോകുന്ന EMIs അല്ലെങ്കിൽ കട്ടിങ്സ്, അതെല്ലാം നമ്മുടെ ഒബ്ലിഗേഷൻസിൽ പെടും. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സിങ്ങിൽ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു കസ്റ്റമർ ലോണിന് എലിജിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് വെരിഫിക്കേഷൻസ് ഉണ്ടാവുക. അത് ഓരോ ബാങ്കിനും വ്യത്യാസമായിരിക്കും. ചില ബാങ്കിന് ഉണ്ടാവില്ല, ചില ബാങ്കുകൾക്ക് ഉണ്ടാവും. വെരിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രൂഫായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അഡ്രസ് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ആ അഡ്രസ്സിൽ തന്നെയാണോ നമ്മൾ താമസിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം കൊടുത്തിട്ടുണ്ടാവും ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ തന്നെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ പുറത്തൊരു ഏജൻസി അന്വേഷിച്ച് കസ്റ്റമറെ നേരിട്ട് കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് റിപ്പോർട്ട് ബാങ്കിന് സബ്മിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ റിപ്പോർട്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രോസസ്സിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി നോക്കി ഓക്കെ ആവുകയാണെങ്കിലാണ് നമ്മളൊരു കസ്റ്റമർക്ക് ബാങ്ക് ലോൺ അപ്രൂവ് ആക്കി കൊടുക്കുക. അങ്ങനെ അപ്രൂവ് ആയതിനു ശേഷം പിന്നെയുള്ളത് ഡിസ്ബഴ്സ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ എല്ലാ ബാങ്കും ഓൺലൈൻ ത്രൂ ആണ് ഡിസ്ബഴ്സ്മെൻറ്റ്, ഈ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഡെബിറ്റ് കാർഡ്, നമ്മുടെ ATM കാർഡ് ഉണ്ടാവില്ല സാലറി അക്കൗണ്ടിൻ്റെ, അത് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, ഈ രണ്ട് ഓപ്ഷനാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ നമുക്ക് ഓൺലൈൻ ത്രൂ ഡിസ്ബഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്ബഴ്സ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു 1 to 3 hours നമ്മുടെ അക്കൗണ്ടിലിട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവുക. നമ്മൾ ഏതാണോ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സാലറി അക്കൗണ്ടാണ്. അപ്പോൾ ആ അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മുടെ ഫണ്ട് ക്രെഡിറ്റ് ആവുക. അതിൽ ഡിഡക്ഷൻസ് ആയിട്ട് ഇപ്പോൾ വരുന്നത്, നമ്മളിപ്പോൾ ഒരു 1 lakh ലോൺ അപ്രൂവ് ആയെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് 1 lakh നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല, കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടാവും. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ PF പ്രോസസ്സിങ് ചാർജസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ലോൺ ഇൻഷുർഡ് ആയിരിക്കും. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ലോൺ ആണല്ലോ, അപ്പോൾ ഇൻഷുർഡ് ആയിരിക്കും നമ്മുടെ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. നമ്മുടെ ഏജ് അനുസരിച്ചിട്ടാണ് ഇൻഷുറൻസ് വരിക. അങ്ങനെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസുള്ള എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുക. ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്നത് മുതൽ അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നവരെ A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, മെയിൽ ഐ ഡിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പേഴ്സണലി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോൺ എടുത്ത് കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ലോണൊക്കെ ഉള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് റീപേയ്മെൻറ്റൊക്കെ സാധിക്കട്ടെ. അതുപോലെ സിൻസിയർ ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് ഞാൻ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്